ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ വായക്കകത്ത് അല്ലാഹു തആല സംവിധാനിച്ച നാവ് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം നമ്മുടെ സഹോദരനോട് പങ്കുവെക്കാൻ നമുക്ക് സാധിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് നാവാകുന്ന ഈ മഹത്തായ ഒരു അനുഗ്രഹം കൊണ്ടാണ്. പക്ഷേ ഈ നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഭീകരമായ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ അത് വരുത്തി വെക്കും. മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദില്ല അസ്സഖഫി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, മാ അഖ്വഫു മാ തഖാഫു അലയ്യ, എൻ്റെ മേൽ അങ്ങ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം എന്താകുന്നു എന്ന് അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ എന്താ ചെയ്തത്? ഫഅഖദ ബിലിസാനി നഫ്സിഹി, പ്രവാചകൻ തൻ്റെ നാവ് നീട്ടിപ്പിടിക്കുകയാണ്. സുമ്മ ഖാല, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഹാദാ, ഈ നാവിനെയാണ് നിന്റെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന്. പ്രിയമുള്ളവരെ, സംസാരത്തിൽ വന്നു പോകുന്ന പരദൂഷണം, ഏഷണി, പരിഹാസം, കുറ്റപ്പെടുത്തൽ മുതലായവ കാരണത്താൽ സൽക്കർമ്മങ്ങളുടെ ഫലങ്ങൾ നഷ്ടപ്പെടും. നമ്മൾ റമളാനിലാണല്ലോ. റമളാനിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പകൽ മുഴുവനും പട്ടിണി കിടന്ന് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. അനാവശ്യമായ വർത്തമാനങ്ങൾ ഒരു മനുഷ്യൻ ഉപേക്ഷിക്കുന്നില്ല, അനാവശ്യമായ പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യൻ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ പകലന്തിയോളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പനുഷ്ഠിക്കണമെന്ന യാതൊരാവശ്യവും അല്ലാഹുവിനില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളൊന്നും കാണാത്ത പാപ്പരായവരുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ എത്തിപ്പെടും. നമ്മുടെ നാവ് കാരണത്താൽ മറ്റുള്ളവരെ നമ്മൾ വിഷമിപ്പിക്കുന്നവരായി തീരുന്നുവെങ്കിൽ. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു പ്രവാചകനോട്, യാ റസൂലല്ലാഹ്, മൻ നജാത്ത്, അല്ലയോ റസൂലേ, വിജയിക്കാൻ എന്താണ് മാർഗം? വിജയിക്കാൻ എന്താണ് മാർഗം? ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തുക, അതാണ് വിജയിക്കാനുള്ള മാർഗമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക. സൽക്കർമ്മങ്ങളുടെ, നമ്മൾ അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളുടെ ഫലങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന, മറ്റുള്ളവരുടെ അഭിമാനത്തിന് പോറലേൽപ്പിക്കുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, മറ്റൊരാളെ സംബന്ധിച്ച് പരദൂഷണം പറയുന്ന, ഏഷണി പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ നാവിനെ ചലിപ്പിക്കാതിരിക്കാൻ പരമാവധി നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സൂക്ഷ്മതയോടെ നാവിനെ നിയന്ത്രിക്കുന്ന അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.